നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അവർ ഇന്നും ഒറ്റക്കെട്ട്. ഐക്യം എന്നത് ഗൾഫ് രാജ്യങ്ങളെ കണ്ടുപഠിക്കണം. ഒരു തീരുമാനമെടുത്താൽ അത് ഉറച്ചതായിരിക്കും. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. മികച്ച നയതന്ത്ര ബന്ധമാണ് ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ. എല്ലാത്തിനും ദൃഢനിശ്ചയത്തോടെയുള്ള വ്യക്തമായ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളും വെച്ചു പുലർത്തുന്ന സവിശേഷതയാണ്. ഇപ്പോൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഖത്തറും UAEയും. ഖത്തറിലെയും UAEയിലെയും എംബസികളുടെ പ്രവർത്തനം ഇന്നലെ മുതൽ പുനരാരംഭിച്ചു. ദീർഘനാളായി അടഞ്ഞുകിടന്ന അബുദാബിയിലെ ഖത്തർ എംബസി, ദുബായിലെ ഖത്തർ കോൺസുലേറ്റ്, ദോഹയിലെ UAE എംബസി എന്നിവയാണ് ഇന്നലെ മുതൽ പ്രവർത്തനം പുനരാരംഭിച്ചതായി ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചത്. ഇതോടെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച ഇരു രാജ്യങ്ങളെയും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളുടെയും തീരുമാനത്തെ ഗൾഫ് സഹകരണ കൗൺസിലും അഭിനന്ദിച്ചു. എംബസി തുറക്കാൻ വൈകിയെങ്കിലും UAEയുമായി ഖത്തറിലെ സൗഹൃദ ബന്ധം നേരത്തെ തന്നെ ഊഷ്മളമാക്കിയിരുന്നു. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആൽ ഥാനി നേരത്തെ UAE സന്ദർശിക്കുകയും ലോകകപ്പ് ഫുട്ബോൾ വേളയിൽ സൗദി, ഈജിപ്ത്, UAE രാഷ്ട്രതലവന്മാർ ഖത്തറിന്റെ അതിഥികളായി ദോഹയിലെത്തുകയും ചെയ്തു. സൗഹൃദം ശക്തമാക്കുന്ന ചുവടുവയ്പ്പാണ് ഇരു രാജ്യങ്ങളും നടത്തിയതെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈബി പ്രശംസിച്ചു. മേഖലയുടെ സ്ഥിരതയ്ക്കും സമാധാനത്തിനും ഈ നീക്കം ഏറെ സംഭാവനകൾ ചെയ്യുമെന്ന് തുർക്കിഷ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഗൾഫ് ഐക്യത്തിലൂടെ മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്താനും ചരിത്രപരമായ ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടുത്താനും ഇതിലൂടെ കഴിയുമെന്ന് ഒമാനും പ്രതികരിച്ചു. നേരത്തെ ഫെബ്രുവരിയിൽ കുവൈത്തും UAEയുമായും തമ്മിൽ ഏകീകൃത ട്രാഫിക് സംവിധാനം നടപ്പിൽ വരുത്താനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇരു രാജ്യങ്ങളിലെയും ഗതാഗത വിഭാഗം തമ്മിൽ ഇലക്ട്രോണിക് വഴി ബന്ധിപ്പിച്ചാണ് വിവരം കൈമാറുക. നിയമലംഘനം നടത്തി മറ്റ് രാജ്യത്തേക്ക് മുങ്ങുന്നവരെ പിടികൂടാൻ ഇതുവഴി സാധിക്കും. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നയങ്ങളും നടപടികളും ശക്തമാക്കാനും ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ അബുദാബിയിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു. നേരത്തെ ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുമായും UAE ഗതാഗത വിഭാഗം ലിങ്കിംഗ് ഏർപ്പെടുത്തിയിരുന്നു. സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ കൂടി ലിങ്കിങ്ങിൽ ചേരുന്നതോടെ GCCയിലെ ഗതാഗത നിയമലംഘകരുടെ കുരുക്കമുറുകും. നിയമം ലംഘിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുന്നവരെ പിടികൂടാനും ഇതുവഴി സഹായിക്കും. ശിക്ഷ നടപ്പാക്കാൻ പ്രതികളെ അതത് രാജ്യങ്ങൾക്ക് കൈമാറും. പിഴ മാത്രമുള്ള കേസുകളിൽ അതടച്ച നടപടി പൂർത്തിയാക്കാനും സൗകര്യമുണ്ടാകും. അതേസമയം UAEയും ഖത്തറും തമ്മിലും ട്രാഫിക് നിയമം ലംഘിക്കുന്നവരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ധാരണയിൽ എത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.